ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധ ആത്മാവ് എന്റെ ഹൃദയത്തിൽ തന്ന അനുഗ്രഹീതമായ ചിന്ത റോമാലേഖനം 11 അധ്യായത്തിന് 33-34 വാക്യം. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? ഇവിടെ രണ്ട് പദങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ന്യായവിധികൾ അപ്രമേയം, ദൈവത്തിന്റെ വഴികൾ അഗോചരം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ ന്യായവിധികളും പൗലോസ് ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുക. അപ്പൊ അഗോചരമായ അപ്രമേയമായ ആ മേഖല തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. 34 വാക്യത്തിലാണ് അതിന്റെ റെമഡി, അതിന്റെ ഉത്തരം എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞവനാര്? അതിന്റെ അർത്ഥം, ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞവന് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ദൈവത്തിന്റെ വഴി അറിയാൻ പറ്റും. ദൈവത്തിന്റെ ന്യായവിധി അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രവർത്തികളുടെ ആഴങ്ങൾ അറിയാൻ അവന് ഒരു പ്രയാസവുമില്ല. ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന്റെ മനസ്സ് അറിയാൻ നമുക്കിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മനസ്സറിയാൻ ആ മേഖല ഒന്ന് രണ്ട് ചിന്തയിലൂടെ ജനവുമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ചിന്ത, നിങ്ങൾ 11 അധ്യായം പുസ്തക പൗലോസ് എഴുതുമ്പോൾ ജാതികളുടെ തിരഞ്ഞെടുപ്പിന്റെ പദ്ധതിയെക്കുറിച്ചാണ് എഴുതുന്നത്. ജാതികളുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ദൈവം സ്വന്തം ജനത്തെ അല്പകാലത്തേക്ക് തള്ളിക്കളഞ്ഞു. അവരുടെ അവിശ്വാസം, അവരുടെ ഭ്രംശം വെച്ചാൽ, ഹല്ലേലൂയ സ്തോത്രം, അവർ തകർന്നത്, ഹല്ലേലൂയ, അവർ ദൈവത്തെ വിട്ടത്, യേശുവിനെ വിട്ടുപോയത്, കളഞ്ഞത്, ഇതെല്ലാം ജാതികളായ നമ്മളുടെ തിരഞ്ഞെടുപ്പിനും നമ്മൾക്ക് ദൈവത്തെ വിശ്വസിക്കുന്നതിനും ഒക്കെ കാരണമായി തീർന്നു എന്നുള്ളതാണ് ആ ദൈവികമായ തെരഞ്ഞെടുപ്പിന്റെ വഴി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അവ ദൈവിക ന്യായവിധിയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. സ്വന്തം ജനത്തിന്റെ, ഹല്ലേലൂയ, അവരുടെ തള്ളിക്കളച്ചിലുകൾ, അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് അവർക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം, പ്രൈസ് ദി ലോർഡ്, അത് അവർക്ക് പ്രയാസമായപ്പോൾ, യൂദാജനത്തിനത് അശുഭതയായപ്പോൾ, അവർക്കത് തിന്മയായപ്പോൾ, അവർക്കത്, ഹല്ലേലൂയ സ്തോത്ര, ശാപമായപ്പോൾ, ജാതികളായ നമുക്കത് അനുഗ്രഹവും നന്മയും വിടുതലുമൊക്കെ ആയിത്തീർന്നു. യേശുവിനെ അവർ തള്ളി, അത് നമുക്ക് അനുഗ്രഹമായി. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മനസ്സ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴികൾ, ഹല്ലേലൂയ, നമ്മോടുള്ള ദൈവത്തിന്റെ വഴികൾ. ഒരു കാലത്തും ദൈവത്തിന്റെ അടുക്കലേക്ക് വരികയില്ലെന്ന് മുദ്ര കുത്തിയ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ ഒരു വഴി തുറന്നു കിട്ടിയത് എങ്ങനെയെന്ന് പൗലോസ് അവിടെ എഴുതിയിരിക്കുക. ഒരു ചിന്തയോട് അതിനോട് ചേർന്നങ്ങ് പറയട്ടെ. അതുകൊണ്ട് നമുക്ക് നിഗളിക്കുവാനോ പുകഴുവാനോ ഒന്നുമില്ല. പകരം ദൈവത്തോട് കരുണയ്ക്കായി ദൈവം നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ട്, ദൈവം നമ്മളോട് ദയവ് കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ വീണ് കടന്ന് അവനെ സ്തുതിക്കുക അല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, എന്നേക്കുമല്ല അവരെ തള്ളിയത്, അവരെ വീണ്ടും ചേർക്കും. എന്തുകൊണ്ടാ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ഒരു അല്പകാലത്തേക്ക് അവരെ തള്ളിയുള്ളൂ എന്നതാണ് നമ്മളവിടെ വായിക്കുവാനിടയായിട്ട്. ഈ 2-3 ചിന്തകൾ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നഥനയേലിനോട് ഫിലിപ്പോസ് എന്ന, ഹല്ലേലൂയ സ്തോത്രം, ശിഷ്യനാണ് എന്ന് പറയുന്നു. ഫിലിപ്പോസ് എന്ന് നഥനയേലിനോട് പറയുന്നത്, ന്യായപ്രമാണ പുസ്തകത്തിൽ
എഴുതിയ മോശയും പ്രവാചകന്മാരും പറഞ്ഞ മശിയെ നസ്രയത്തിൽ ഞങ്ങൾ കണ്ടെത്തിയെന്ന്. അപ്പോൾ നഥനയേൽ അവരോട് ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫിലിപ്പോസേ, നഥനയേലിൽ നിന്നല്ല, നസ്രയത്തിൽ നിന്നല്ലല്ലോ മശിഹ വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ നന്മയായ അനുഗ്രഹമായ മശിഹ, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ വിടുതലുകാരൻ സ്തോത്രം തരേണ്ട മശിഹ വരേണ്ടത് നസ്രയത്തിൽ നിന്നല്ല. അത് വരേണ്ടത് ബെത്ലഹേമിൽ നിന്ന്. അത് വരേണ്ടത് ഈ ഹല്ലേലൂയ സ്തോത്രം യെരൂശലേമിൽ നിന്ന്. യെരൂശലേം എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അത് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ നഗരമാണ്. അത് ആലയമുള്ള സ്ഥലമാണ്. അത് സദൂക്യരുടെയും ന്യായപ്രമാണം പഠിച്ചവരുടെയും ഹല്ലേലൂയ പരീശന്മാരുടെയും ഒക്കെ ശ്രേഷ്ഠമേറിയ സ്ഥലമാണ്. ഒരു പ്രവാചകൻ ജനിക്കേണ്ടത്, പ്രവാചകൻ വളരേണ്ടത്, പ്രവാചകൻ വരേണ്ടത് യെരൂശലേമിലായിരിക്കണം. അല്ലെങ്കിൽ ഹല്ലേലൂയ വചനം പറയുന്നത് പോലെ ബേത്ലഹേമിലായിരിക്കണം. ഇദ്ദേഹം സാധാരണക്കാരൻ തന്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും യേശു വളരേണ്ടത് നസ്രയത്തിലല്ല. നസ്രയത്ത് എന്ന് പറഞ്ഞാൽ ഗലീലയുടെ ഒരു പ്രവിശ്യയാണ്. ഈ ഗലീല എന്ന് പറയുന്ന സ്ഥലം തന്നെ, നസ്രയത്ത് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ സാധാരണക്കാരുടെ സ്ഥലമാണ്, മുക്കുകളുടെ സ്ഥലമാണ്. നല്ലവണ്ണം വസ്ത്രം ധരിക്കാത്ത, നല്ല വർത്തമാനം പറയാത്ത, നല്ലവണ്ണം സംസാരിക്കാൻ അറിയാത്ത, ന്യായപ്രമാണ പുസ്തകങ്ങളൊന്നും വേണ്ട രീതിയിലുള്ള ജ്ഞാനമോ അറിവോ ഒന്നും ഇല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് കിടന്നവർ, അന്ധകാരത്തിൽ കിടന്ന സ്ഥലം. ആ സ്ഥലം ഒരിക്കലും ഒരു പ്രവാചകന് വളരാനോ അതിനൊരു സാധ്യതയും ഇല്ല എന്ന് നഥനയേൽ ഉറപ്പിച്ചു വെച്ചിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിന്റെ പദ്ധതിയും എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു ഗലീലയിലെ നസ്രയത്തിൽ വളരണമെന്ന്, അവൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവിടെ ഉയരണമെന്ന്. മക്കളെ, നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ വിചാരങ്ങളിലൊക്കെ അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് നമ്മൾ കാണണം. ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലൻ പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം, ആദ്യമായ പൗലോസിനെ നമ്മൾ കാണുന്നത് 8-ാം അധ്യായം ആക്ട്സ് ചാപ്റ്റർ 8:3 കാണുന്നത്. അവിടെ അപ്പോസ്തലൻ പൗലോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സഭയെ മുടിച്ചു പോന്നു എന്ന്. 9-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പൗലോസിനെ കുറിച്ച് ദൈവസഭയ്ക്ക് നാശം ചെയ്തവനെന്ന്. അനനിയാസ് എന്ന ദമസ്കോസിലെ ശിഷ്യൻ, പരിശുദ്ധാത്മാവ് ശൗലിന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് അനനിയാസ് പറയുന്ന ഒരു വാക്കുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഇവൻ സഭയെ മുടിച്ചവനാ, ഇവൻ സഭയെ നശിപ്പിച്ചവനാ. ഹല്ലേലൂയ. ഈ ദമസ്കോസിലേക്ക് അവൻ വന്നിരിക്കുന്നത് എന്നെ പോലെയുള്ള ആൾക്കാരെ പിടിച്ചോണ്ട് പോവാനാ. അവനിൽ ഒരിക്കലും ഒരു സുവിശേഷകനെ, അവനിൽ ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ ഫിലിപ്പോ, ഹല്ലേലൂയ സ്തോത്രം, അനനിയാസിന് പോലും കഴിയുന്നില്ല. നോക്കണം, നിങ്ങൾ ചിന്തിച്ചേ. നഥനയേൽ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, നസ്രയത്തിൽ നിന്നൊരു പ്രവാചകൻ വരികയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനനിയാസ് പറയുകയാണ്, ശൗലിൽ ഒരു ദൈവദാസനെ എനിക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെന്നല്ല, ലോകം മുഴുവൻ പറയുന്ന വാക്കുണ്ട്. ന്യായപ്രമാണം സ്തോത്രം പഠിക്കുന്ന വായിച്ച ആളുകൾ സംബന്ധിച്ചോളം അവരെപ്പോഴും അവർക്കുള്ള രക്ഷ, അവർക്കുള്ള സാധ്യത, യഹൂദന്റെ സാധ്യതയെ കാണുന്നത്. എന്നാൽ ജാതികളായ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവം ഒരിക്കലും വീണ്ടെടുക്കാൻ സാധ്യതയില്ലാത്ത ഹല്ലേലൂയ ജാതികളുടെ രക്ഷയെ കുറിച്ച്, ജാതികളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പൗലോസ് മനസ്സിലാക്കിയിട്ട് പൗലോസ് പറയുക, ദൈവത്തിന്റെ മനസ്സാര അറിഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പലരെയും നോക്കിയിട്ട്, പല സ്ഥലങ്ങളെ നോക്കിയിട്ട്, പല വ്യക്തികളെ നോക്കിയിട്ട്, പലരുടെയും സാഹചര്യം കണ്ടിട്ട്, സ്വജീവിതത്തിന്റെ സാഹചര്യം കണ്ടിട്ട്, ഇവനിൽ ഇനിയും ഒരു നന്മയും ഉണ്ടാകുകയില്ല, ഇവൻ ഇനിയും രക്ഷപ്പെടുകയില്ല. ചില തലമുറയെ കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഇവൻ ഇനി ഒരിക്കലും ഒരു സാധ്യതയില്ല എന്ന് പറയാറില്ലേ? ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നത് കേൾക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൽ അതിന്റെ
8-9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴിയിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വിചാരവും ദൈവത്തിന്റെ വഴിയൊക്കെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് അറിയണം. ദിവസങ്ങളിൽ ദൈവത്തിന്റെ മനസ്സറിയുന്ന, ദൈവത്തിന്റെ മനസ്സുള്ള ആളുകളായി നമുക്ക് മാറാം. എന്തുകൊണ്ടാൽ പ്രൈസ് ദി ലോർഡ്, നഥനയേലിനെ പോലെ, ഹല്ലേലൂയ സ്തോത്രം, ആ അനനിയാസിനെ പോലെ ഒക്കെ നമ്മുടെ മനസ്സിലും ചില വ്യക്തിയെക്കുറിച്ചും ചില സ്ഥലങ്ങളെ കുറിച്ചുള്ള ചിന്തകളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം ഒരു വ്യക്തിയെ കണ്ടിരിക്കുന്നത്, ഒരു സ്ഥലത്തെ കണ്ടിരിക്കുന്നത് അതിൻ്റെ സാധ്യത കൊണ്ടല്ല. ദൈവം മറ്റു ചിലതൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ആ മേഖലകളിൽ നമുക്കൊന്ന് കാണാം. കർത്താവിന്റെ മനസ്സ് കണ്ട് അതുപോലെ ഈ ഭൂമിയിലാകാൻ നമുക്കിടയായി തീരാം. അങ്ങനെ പ്രൈസ് ദി ലോർഡ് ജീവിക്കുമ്പോഴാ നമുക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നത്. ആ മേഖലയിലേക്ക് ഈ പകൽക്കാലം ദൈവം നമ്മളെ നടത്തട്ടെ. പൗലോസ് പറഞ്ഞതുപോലെ സ്തോത്രം, ദൈവത്തിന്റെ ന്യായവിധികളും ദൈവത്തിന്റെ വഴികളും ഒക്കെ പ്രൈസ് ദി ലോർഡ് അപ്രമേയവും അഗോചരവും ഒക്കെയാ. അതൊക്കെ ഗ്രഹിക്കാൻ നമുക്ക് പറ്റുകയില്ല. അത് ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് നമ്മൾ അറിയണം. ആ മനസ്സറിഞ്ഞ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് മുന്നേറാം. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മനസ്സറിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കും. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കും. ഈ ചിന്തകൾ ഇവിടെ നിർത്തി ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ മനസ്സറിഞ്ഞ് അങ്ങയെ പ്രസാദിപ്പിച്ച് അങ്ങ് എന്ത് ചിന്തിക്കുന്നു അത് മനസ്സിലാക്കി കർത്താവെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷിക ചിന്തകൾ കൊണ്ട് നോക്കിയാൽ പൗലോസിനൊരു സുവിശേഷകൻ കാണാൻ പറ്റില്ല. മാനുഷിക ചിന്തകൾ നോക്കിയാൽ നസറയത്തിൽ നിന്നൊരു നന്മയും ഒരു മഷിക അവിടെ നിന്ന് വരാൻ സാധ്യതയില്ല. എന്നാൽ പ്രൈസ് ദി ലോർഡ്, മാനുഷിക ചിന്തയിൽ നോക്കിയാൽ യഹൂദന് മാത്രം അനുഭവിക്കേണ്ട രക്ഷ ജാതികൾക്ക് വരാൻ എങ്ങനെ പറ്റും? എന്നാൽ ദൈവമേ, അങ്ങയുടെ പദ്ധതികൾ, അങ്ങയുടെ വഴികൾ ശ്രേഷ്ഠമാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അങ്ങയുടെ മനസ്സ് ഞങ്ങൾ അറിയണമല്ലോ. കർത്താവെ, അങ്ങയുടെ മനസ്സറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ മേഖലയിലൂടെ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും പുറമേ കണ്ട് വിധി കൽപ്പിക്കുന്നവരാണ്. അങ്ങനെ ആകുവാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുത്. കർത്താവേ, അങ്ങയുടെ മനസ്സറിഞ്ഞ് ഈ ദിവസങ്ങളിൽ കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. ജനത്തെ അങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.